ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ആൻസി വ്ലോഗ്. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ഡാൻസ് റീൽ എടുക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ ഈ സാരി ഒരു ഡിഫറെന്റ് സ്റ്റൈലിൽ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ഞാൻ ഇന്ന് ട്രൈ ചെയ്തത് ഒരു ശ്രീലങ്കൻ ധോത്തി സ്റ്റൈൽ ഡ്രേപ്പിംഗ് ആണ്. സത്യം പറഞ്ഞാൽ എനിക്കും ഇത് നന്നായി അറിയില്ല കേട്ടോ. ഞാനും ഇത് യൂട്യൂബിൽ തന്നെയൊക്കെ നോക്കി പഠിച്ചാട്ടോ. പിന്നെ തട്ടിക്കൂട്ടി അങ്ങ് ട്രൈ ചെയ്ത്. അതുകൊണ്ട് നിങ്ങൾക്കും ട്രൈ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുൾ ആയിട്ട് കണ്ടു. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു സാരിയിൽ നിന്നും ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ക്ലോത്തും അതുപോലെ റൈറ്റ് സൈഡിൽ കൂടുതൽ ക്ലോത്തും ആയിട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിൽ നോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കറക്റ്റ് നമ്മൾ പിടിച്ചതിന് ശേഷം 2 നോട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ പിന്നൊക്കെ യൂസ് ചെയ്യാതെയും ചെയ്യാമെന്നാണ് പറയണത്. പക്ഷെ ഞാൻ സെലക്ട് ചെയ്ത ഈ ഒരു സാരി കുറച്ചിങ്ങനെ എന്താ പറയുക സ്ലിപ്പറി ആയിട്ടുള്ളതായതുകൊണ്ട് ഞാൻ പിന്നെ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇടത് വശത്തൂടെ ഇങ്ങനെ കാലിൻ്റെ ഇടയിലൂടെ എടുത്തിട്ട് അത് ഫ്രണ്ടിലേക്ക് ആ പോർഷൻ കൊണ്ടുവന്നതിന് ശേഷം ആ എടുത്ത ആ ഒരു ഇത് ബാക്കിൽ നമ്മൾ ടെക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് അങ്ങനെ ഇരിക്കില്ല എന്ന് കണ്ടതുകൊണ്ട് അവിടെ നമുക്കൊരു പിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അവിടെ ടെക്കിൻ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി വരുന്ന ഈ ഒരു ക്ലോത്ത് ഇതുപോലെ നമ്മൾ പ്ലീറ്റ്സ് ആക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ ബാക്ക് വശത്തേക്ക് നമ്മൾ ഇത് ടക്കിൻ ചെയ്ത് കൊടുക്കണം. ടക്കിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് പിന്നെ യൂസ് ചെയ്യാതെ പറ്റും. പക്ഷേ ഈ ഒരു സാരി ആയതുകൊണ്ട് ചിലപ്പോൾ അഴിഞ്ഞു പോരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ കുത്തുന്നുണ്ട്. അപ്പോൾ അത് ഇതുപോലെ നമ്മൾ ടക്കിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ ഒരു പിന്നെ സേഫായിട്ട് കുത്തി കൊടുക്കുക. ശേഷം ഇത് നമ്മൾ ഈ തൂങ്ങിക്കിടക്കുന്ന സംഭവമില്ലേ, അപ്പോൾ അതിങ്ങനെ മുന്നോട്ട് ഇങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ ആ കോണിന്ന്, അതായത് ബോർഡർ വരുന്ന ആ സൈഡിൽ നിന്ന് നമ്മൾ ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുക. ഇതാ ഞാൻ പറഞ്ഞ ബോർഡറുള്ള സാരികളാണെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ഭംഗി കൊടുക്കും കേട്ടോ. അങ്ങനെ ഇത് പ്ലീറ്റ്സ് എടുത്തതിന് ശേഷം അത് ഫ്രണ്ടിലേക്ക് ആക്കിയിട്ട് അവിടെ ടക്കിൻ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പിന്നെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ കുറച്ച് പേഷ്യൻസ് ഒക്കെ വേണം കേട്ടോ. ആദ്യമൊക്കെ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും ഇത് കറക്റ്റ് ആവുമോ എന്ന്. പക്ഷെ ട്രസ്റ്റ് മീ, ലാസ്റ്റ് റിസൾട്ട് സൂപ്പർ ആയിരിക്കും. കുട്ടികൾക്കൊക്കെ നമ്മൾ കൃഷ്ണവേഷമൊക്കെ കെട്ടാൻ വേണ്ടിയിട്ട് ധോത്തി സ്റ്റൈലിലൊക്കെ ഇതുപോലെയൊക്കെയാണ് ട്രൈ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ മുകളിലത്തെ പല്ലുപാട്ട് ഉണ്ടാവില്ല എന്നുള്ളൂ, ബാക്കിയെല്ലാം ഒരേ സ്റ്റൈൽ തന്നെയാണ്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ പാർട്ടിലേക്ക് വരാം കേട്ടോ. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള സാരിയുടെ ക്ലോത്ത് ഇതുപോലെ നമ്മൾ റൈറ്റ് കാലിൻ്റെ ഇടയിലൂടെ എടുത്തിട്ട് ബാക്കിലൂടെ കൊണ്ടുവരണം. മോതിര ഘടകം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനതേ എനിക്ക് കുനിഞ്ഞെടുക്കാൻ കുറച്ച് പണിയുണ്ട്. ലോവർ ബാക്ക് പെയിൻ ഒക്കെ ഉള്ളത് കൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എങ്കിലും വേണ്ടില്ല, നമുക്ക് റിസൾട്ടല്ലേ വലുത്. ആ പാർട്ട് കൊടുത്തിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കുത്തി കൊടുത്ത പോലെ അതിൻ്റെയും ഒരു ഭാഗം അവിടെ കുത്തി കൊടുക്കുക. അപ്പോഴാണ് നമുക്കൊരു പാൻറ് മോഡലായി കിട്ടണം കേട്ടോ. അവിടെ ആ ഒരു കവറേജ് വരുന്നത്. അതിനുശേഷം കുത്തിയതിന് ശേഷം ഈ ഒരു പല്ലു പാർട്ട് എടുത്തിട്ട് നമ്മൾ നോർമൽ സാരിക്കൊക്കെ എങ്ങനെയാണ് പ്ലേറ്റ്സ് എടുക്കുക അതുപോലെ ചെറിയ പ്ലേറ്റ്സ് ആക്കിയിട്ട് എടുക്കുക. സത്യം പറഞ്ഞാൽ ഒരു ഡാൻസ് റീൽ ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഒരു സാരി എടുക്കാൻ വേണ്ടി ഇതാക്കിയതാ. അപ്പോൾ പിന്നെ എന്തായാലും ഒരു ഡ്രേപ്പിംഗ് കൂടി അങ്ങ് കാണിക്കാമെന്ന് വിചാരിച്ചു. അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും പഠിച്ചു വരുന്ന ഒരു യുവ തലമുറയല്ലേ, അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തേക്കണം. അതുപോലെ വീഡിയോസും ഇത് എന്താ പറയുക ഈ ഡ്രേപ്പിംഗ് സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് താങ്ക്സ് ഉണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് എല്ലാ വീഡിയോസിലും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ ഡ്രേപ്പിംഗ് സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഡെഫിനറ്റ്ലി ആയിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആദ്യം പെർഫെക്റ്റ് ഒന്നും ആവില്ല, പക്ഷേ പ്രാക്ടീസ് ചെയ്താൽ ഈസി ആവും. അങ്ങനെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനുശേഷം നിങ്ങൾ ഇതിലൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് റെഡിയായി കിട്ടിയോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് ഇനി വരണോ, കുറച്ചും കൂടിയും എന്താ പറയുക വേറെ സാരി സ്റ്റൈലിൽ ട്രൈ ചെയ്യണോ, ഈ മോഡൽ തന്നെ വേറെ സാരിയിൽ ട്രൈ ചെയ്യണോ. കാരണം ബോർഡറുള്ള സാരികളൊക്കെ ഉണ്ട്, പട്ടുസാരി അങ്ങനത്തെ സാരികളിലൊക്കെ നമുക്ക് എന്തായാലും ഇത് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടി ഒരു എലഗൻ ലുക്ക് വരുന്നത്. അതായത് ബോർഡർ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വരും. ഇപ്പം ഇതിൻ്റെ വെച്ചാൽ പകുതിയല്ലേ വന്നിട്ടുള്ളൂ. പട്ടുസാരിയൊക്കെ ആകുമ്പം സിൽക്ക് സാരിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ബോർഡറും കൂടി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും കേട്ടോ. പല്ലു പോർഷനിലെ പ്ലീറ്റ്സ് ഒക്കെ ഞാൻ ചെറുതായിട്ട് ഇതുപോലെ എടുത്തിട്ട് അവിടെ ഒരു പിന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈ സാരിയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞല്ലോ, സാധാരണ സാരി എടുക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഒരു പാൻസോ അല്ലെങ്കിൽ ഒരു മുണ്ടോ ഒക്കെ എടുത്തുള്ള പോലുള്ള ഒരു ലുക്കാണ് ഈ സ്റ്റൈലിൻ്റെ പ്രത്യേകത. ശ്രീലങ്കൻ ഡാൻസ് ഒക്കെ കളിക്കുന്ന ആൾക്കാർ പ്രധാനമായിട്ട് ഈ ഒരു രീതിയാണ് ഉപയോഗിക്കുന്നത്. അവർ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നടക്കാനും നൃത്തം ചെയ്യാനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ. നമ്മൾക്ക് ഈ സ്റ്റൈൽ യൂസ് ചെയ്യട്ടെ. ഇത് അവരുടെ ഒരു ട്രഡീഷണൽ ലുക്ക് ആണെങ്കിലും നമുക്കൊരു മോഡേൺ ടച്ചും കൂടി തരുന്ന ഒരു സ്റ്റൈലാണ്. ധോത്തി സ്റ്റൈൽ എന്ന് വിളിക്കാനുള്ള പ്രധാന കാരണം എന്താ വെച്ചാൽ നമ്മൾ കാലിൻ്റെ ഇടയിൽ കൂടെ എടുത്തിട്ട് ഇത് ബാക്കിൽ കുത്തുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇതിനെ ധോത്തി സ്റ്റൈൽ സാരി ഡ്രേപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്കൊരു ടിപ്പും കൂടി പറഞ്ഞു തരാം കേട്ടോ. നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾക്ക് അല്ലെങ്കിൽ പാർട്ടികൾക്ക് റിസപ്ഷനൊക്കെ നമുക്കൊരു വെറൈറ്റി ലുക്ക് പിടിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഈ ശ്രീലങ്കൻ സ്റ്റൈൽ എന്തായാലും പരീക്ഷ നോക്കാം. ഈ സ്റ്റൈൽ തന്നെ
പല സ്റ്റേറ്റ്സിലും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പല പല പേരിലും സ്റ്റൈലിലും ആണെന്നുള്ളൂ. അതിന് മഹാരാഷ്ട്രയിലെ നൗവരി സ്റ്റൈൽ എന്ന് പറയും, അതുപോലെ തമിഴ്നാട്ടിൽ മഡിസാർ സ്റ്റൈല്, കർണാടകയിൽ കൂർഗി സ്റ്റൈല്, പിന്നെ ഗോവയിൽ കുൻബി സ്റ്റൈൽ. അപ്പം എനിക്ക് ഈ എല്ലാ സ്റ്റൈൽസും ഒന്ന് പരീക്ഷിക്കണം എന്നുണ്ട്. കൂർഗി സ്റ്റൈൽ കർണാടകയിൽ ഞാനിപ്പോൾ കർണാടകയിലാണ്, അപ്പോൾ എനിക്ക് ആ കൂർഗി സ്റ്റൈൽ സാരി ഡ്രൈപ്പിംഗ് ചെയ്യണമെന്നുണ്ട്. എൻ്റെ ആഗ്രഹം എന്താ വെച്ചാൽ പല പല വെറൈറ്റി ഓഫ് സാരി ഡ്രൈപ്സ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. പക്ഷെ എന്താ അറിയോ, സാരി നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് വെച്ചിട്ട് നമുക്ക് കണ്ട് ട്രൈ ചെയ്യാം. അപ്പോൾ അത് ഏകദേശം നമ്മുടെ ശ്രീലങ്കൻ ധോത്തി സ്റ്റൈൽ സാരി ഡ്രേപ്പിംഗ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ലുക്ക്. അപ്പോൾ ഡാൻസ് കളിക്കണം എന്നുണ്ടെങ്കിൽ എല്ലായിടത്തും പിന്നു കുത്തേണ്ടി വരും കേട്ടോ. കാരണം ഈ ഒരു സ്റ്റോൺ വർക്ക് ആയതുകൊണ്ട് എനിക്ക് ബാക്കിൽ കുത്തുമ്പോൾ നല്ല പെയിൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വല്ലാതെ അങ്ങ് ടൈറ്റായിട്ട് കുത്തിയിട്ടില്ല. ലുക്ക് എപ്പോഴും കംപ്ലീറ്റ് ആവുന്നത് ഒരു വേസ്റ്റ് ചെയിൻ കൊടുത്തിട്ടാണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ അതൊരു പ്ലെയിൻ ആയിട്ട് നിൽക്കും. അപ്പോൾ ഒരു വേസ്റ്റ് ചെയിൻ കൊടുക്കുമ്പോൾ അത് കുറച്ചും കൂടി ഒരു എലഗൻ ലുക്ക് ആവും കേട്ടോ. അപ്പം ഞാൻ വേസ്റ്റ് ചെയിൻ നോക്കിയപ്പോൾ വലിയതൊന്നും ഈ ഒരു ലുക്കിലേക്ക് ചേരില്ല. പിന്നെ ചേരുന്നത് മറ്റേ നമ്മൾ സിൽക്ക് സാരി ഒക്കെ ആണെങ്കിൽ അതിലോട്ട് ചേരും കേട്ടോ, കുറച്ച് അത്യാവശ്യം ട്രഡീഷണൽ ആയിട്ടുള്ള വേസ്റ്റ് ചെയിൻ. പക്ഷേ ഈ ഒരു സാരി ആയതുകൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു വേസ്റ്റ് ചെയിൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അടുത്ത കിടിലം വെറൈറ്റി ഓഫ് സാരി ഡ്രേപ്പിംഗ് ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതായത് ഡിഫറെൻറ്റ് ട്രഡീഷൻസ് ഒക്കെ നമുക്ക് പരീക്ഷിക്കാം. എനിക്ക് നമ്മുടെ ബാഹുബലിയിലെ രാജമാതാ സ്റ്റൈലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ ഒരു ഡ്രീം ഒക്കെ അങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ലുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. അല്ലാണ്ട് ഞാൻ ഇതിനായിട്ട് മെനക്കെട്ടൊന്നുമില്ല. അപ്പത്തെ തട്ടിക്കൂട്ടിയുള്ള പരിപാടിയേ ഉള്ളൂ. എനിക്ക് കൂടുതൽ സമയമൊന്നും ഒരുപാട് ടേക്സ് ഒന്നും എടുക്കണ അത്ര ഇഷ്ടമല്ല. അപ്പം നമ്മൾ കോസ്റ്റ്യൂമിലായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു കോൺഫിഡൻസ് എന്തായാലും അങ്ങോട്ട് വന്നോളും. അല്ലാണ്ട് നമ്മളിതൊക്കെ പ്രാക്ടീസ് ചെയ്ത് അതിനോട് വലിയ പ്രിപ്പറേഷൻസ് ഒന്നും ഞാൻ വീഡിയോസിനൊന്നും കൊടുക്കാറില്ല കേട്ടോ. എല്ലാം ഒരു തട്ടിക്കൂട്ടലാണ്. സോ ഐ ആം ഗോണ വൈൻഡ് അപ്പ് മൈ വീഡിയോ ഓവർ ഹിയർ. അപ്പം അങ്ങനെ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു തട്ടിക്കൂട്ട് സ്റ്റൈല്. അപ്പോൾ ഇതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് ഫോട്ടോസും പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ലുക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും.